ജോർജ് ചേട്ടനോട് പറഞ്ഞിട്ട് കേമതു സാറിൻ്റെ അടുത്തുകൊണ്ട് എന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. അപ്പോൾ പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ മമ്മൂക്ക അവിടെ പറയുന്ന വാചകം കേൾക്കുന്നു, നമ്മളൊക്കെ ഇതുപോലെ ഒത്തിരി ചാൻസ് വെച്ച് നടന്നതല്ലേ. അങ്ങനെ 4 പേര് കൂട്ടുകാരിൽ ഞങ്ങളൊന്നിച്ച് അഭിനയിക്കുമ്പോൾ ഈ ഡയലോഗ് വരുമ്പോൾ പലപ്പോഴും വിനു സാറ് ഡയലോഗ് കൊടുക്കുന്നത് ബാക്കിയുള്ള 3 പേർക്കായിരിക്കും. എല്ലാം കൊടുത്ത് ഇത് പറയിപ്പിക്കും. അപ്പം ഞാൻ കറക്റ്റായിട്ട് പറയുമ്പോൾ മമ്മൂക്ക പറയാം, നീ പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ 3-4 ഡയലോഗ് ആ സിനിമയിൽ എനിക്ക് കിട്ടി. കുസൃതിക്കാരിലൂടെയാണ് ഇങ്ങനെ ഒരു നടനെ മലയാള സിനിമയ്ക്ക് കിട്ടുന്നത്. രസമുള്ള പടമാണ്. എങ്ങനെയാണ് ആ സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നാടകം അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്കൊരു ചെറിയ നാടക ട്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നൊരു നാടക ട്രൂപ്പ് ഉണ്ടാക്കി. അത് ഞങ്ങളിങ്ങനെ നാടകം കളിക്കുമായിരുന്നു. അമ്പലങ്ങളിലും പള്ളിപ്പറമ്പുകളിലൊക്കെ നാടകം കളിക്കുക എന്നുള്ളതാണ്. ആ നാടകം കളിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ ജോലി പ്രൊഫഷൻ കാര്യങ്ങളിലേക്ക് പോകുന്നു. അന്നും അഭിനയവും സിനിമയൊക്കെ താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങൾ വെച്ച്, ഇപ്പോൾ ചെറുപ്പത്തിലെ ഫാദർ മരിച്ചുപോയി, അപ്പോൾ അതിൻ്റേതായ ചില പശ്ചാത്തലങ്ങൾ വെച്ച് നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ ഞാനന്ന് അരൂരൊരു സീ ഫുഡ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു രാജീവ് ഏട്ടൻ എന്ന് പറയുന്നൊരു പൊളിറ്റീഷ്യൻ വരും, കോൺഗ്രസിൻ്റെ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ എപ്പോഴും പുള്ളി എന്നോട് പറയാ, അന്ന് പുള്ളി എന്നോട് പറയുന്നൊരു വാചക, അത്യാവശ്യം കാണാൻ കൊള്ളാമല്ല, പല സിനിമയിലും പോയി അഭിനയിച്ചൂടെ എന്ന് പുള്ളി ഒരു ദിവസം എന്നോട് ഇങ്ങനെ ഒന്ന് ചോദിച്ചു. അന്നും ഈ സൗന്ദര്യം അനുഗ്രഹമായിട്ടുണ്ടല്ലേ? അങ്ങനെ വലിയൊരു സൗന്ദര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് അങ്ങനെ ഒരു വാചകം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ചേട്ടൻ എനിക്കൊരു വേഷം മേടിച്ചതെന്ന് പറഞ്ഞു. അപ്പം ചുമ്മാ പുള്ളിയോട് പറഞ്ഞാണ്. അവിടുത്തെ ജോലിയുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8-8 ആകുമ്പോൾ ഞാൻ അവിടെ വന്ന് രാത്രി ചിലപ്പോൾ 12 മണിക്കായിരിക്കും തിരിച്ചു പോകുന്നത്. അവിടെ മാമായുടെ ഒരു പോലീസ് ക്വാർട്ടേഴ്സുണ്ട്, അവിടെ പോയി താമസിക്കും, അവിടെ നിന്ന് തിരിച്ച് വരികയാണ്. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാനേ സമയം കിട്ടുന്നില്ല. അതുപോലത്തെ ഒരു ജോലിയിലായിരുന്നു ഞാൻ ആ സമയത്ത് നിന്നത്. അവിടുത്തെ മാനേജറായിരുന്നു, ക്യാഷറായിരുന്നു, ഇതെല്ലാം ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ചാൻസ് വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയാണ് നീ ഫ്രീ ആകണേ, അടുത്ത ആഴ്ച വാ, നമുക്ക് പോയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് പറയും, അവിടെ ഒരു പടം തുടങ്ങുന്നുണ്ട്, കുസൃതിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ പോവാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കുസൃതിക്കാറ്റിൽ അഭിനയിക്കാൻ വേണ്ടി വേറെ 1-2 പേരോടൊക്കെ ആ സമയത്ത് വിളിച്ച് ചാൻസൊക്കെ ചോദിക്കുന്നുണ്ട്. അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ രാജീവായിട്ടൊരു ദിവസം എന്നെ വിളിച്ച്, പുള്ളി കോട്ടയത്ത് പോവുകയാണ്. അപ്പോൾ പുള്ളി കോൺഗ്രസിൻ്റെ നേതാവാണ്, രമേശ് ചെന്നിത്തലയുടെ അവളുടെ അടുത്താവാണ്. അന്ന് കോട്ടയത്ത് ഇപ്പോഴുണ്ട്, കോട്ടയത്ത് ഫിലിപ്പ് ജോസഫ് സാർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ട്. പുള്ളീൻ്റെ അടുത്ത് പോയി, പുള്ളിയുടെ വളരെ അടുത്ത സുഹൃത്താണ് അത് കുസൃതിക്കാറ്റ് ഡയറക്റ്റ് ചെയ്യുന്ന സുരേഷ് നമ്പൂരി എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പോൾ ചെന്നപ്പോൾ രമേശ് ചെന്നിത്തല സാറും ജോസഫ് പഴക്കൻ സാറും ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഉള്ളപ്പോഴാണ് എന്നെ ഇവരെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഈ ഫിലിപ്പ് ജോസഫ് സാറ് ഒരു കത്ത് എഴുതി ഇത് സുരേഷ് നമ്പൂരി കൊണ്ട് കൊടുക്കാൻ പറയും. അങ്ങനെ ഞാൻ ഈ കത്തുമായിട്ട് പോയി സുരേഷ് നമ്പൂരി സാറിനെ കണ്ട്, അപ്പോൾ അതിനടുത്ത് സിനിമയിലേക്ക് എന്തെങ്കിലും താല്പര്യം, ഇതിൻ്റെ ഗ്ലാമർ കണ്ടിട്ടാണ് അയക്കാൻ, സിനിമയോടുള്ള അഭിനയിക്കാനുള്ള താല്പര്യം തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ സിനിമ കോട്ടയത്ത് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് എന്നെ വിളിച്ച്. സത്യത്തിൽ അത്യാവശ്യം നല്ലൊരു വേഷമായിരുന്നു എന്നത്. ജയറാമേട്ടൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന കോളേജ് സ്റ്റുഡൻസിൻ്റെ ഗ്യാങ്ങിൽ ഒരു 4 പേരുള്ളതിൽ ഒന്ന് കൃഷ്ണപ്രസാദാണ്, ഒന്ന് ഞാനാണ്, വേറെ 2 പുതുമുഖങ്ങളോട് ഉണ്ടായിരുന്നു. അതിനകത്ത് തുടക്കത്തിലെ നമ്മുടെ ഡയലോഗ് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നന്നായിട്ടത് ചെയ്തു എന്ന് എൻ്റെ വിശ്വാസം. ഡയറക്ടറും ഒക്കെ പറഞ്ഞു. അപ്പോൾ ആ സിനിമയുടെ ഏതാണ്ട് മിക്ക ദിവസങ്ങളും ഷൂട്ടിങ്ങിന് നമുക്ക് അവിടെ ഉണ്ടാകണമായിരുന്നു. കോളേജ് ക്യാമ്പസിൻ്റെ കഥയായതുകൊണ്ട് കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെയുള്ള ഒരു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തതിൻ്റെ ഞങ്ങളുടെ സീനിൻ്റെ ഫോട്ടോയും സംഭാഷണങ്ങളും ഒക്കെ അന്നത്തെ ചിത്രഭൂമിയിലേക്ക് അച്ചടിച്ച് വന്നിരുന്നു. മലയാള സിനിമയ്ക്ക് പുതിയ താരങ്ങൾ പുതുമുഖങ്ങളെ വെച്ചിട്ടാണ് അഭിനയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കൂടാതെ വേറെ കുറേ പുതുമുഖങ്ങളുണ്ടായിരുന്നു. വില്ലൻ ഗ്യാങ്ങിൽപ്പെട്ട കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടീം കഥ അതിനകത്ത് അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ പാട്ട് സീനിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ഒരു കുഴപ്പമില്ലാത്തൊരു എൻട്രി ആയിരുന്നു. വെച്ച് നമ്മളെ സംബന്ധിച്ചുള്ള വലിയ, ചില ആൾക്കാർ എല്ലാ നായകന്മാരായിട്ടൊക്കെ വരുന്നുണ്ട്. അതായത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ അത്യാവശ്യം നല്ലൊരു എൻട്രി ആയിരുന്നു. ശരിക്കും പറയാം, അന്ന് ജയറാമേട്ടൻ തിളങ്ങിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെയുള്ളൊരു പുള്ളിയൊക്കെ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, അതിനകത്തൊരു ജയറാമേട്ടനൊരു ഫോട്ടോ നോക്കുന്ന സീനിൽ ജയറാമേട്ടൻ പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ നോക്കി പറഞ്ഞ ഫൈസൽ നോക്കിയാൽ മതി, ജയറാമേട്ടൻ്റെ കൈയായിട്ട് എൻ്റെ കൈയാണ് ആ ഷോട്ടിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അന്നേ ഡ്യൂപ്പായിട്ട് അഭിനയിച്ചു എന്നാണ് പറയാം. എൻ്റെ കൈയാണ് പെട്ടെന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ
കുഴപ്പമില്ലാത്തൊരു കൈയായിട്ട് തോന്നിയോണ്ടായിരിക്കാം പെട്ടെന്ന് എൻ്റെ കൈ ജയറാമേട്ടൻ്റെ കൈയായിട്ട് അഭിനയിച്ചത് അല്ലേ? ജയറാമേട്ടൻ്റെ കൈയായിട്ട് അഭിനയിച്ചെന്ന് പറയാണെങ്കിൽ അല്ല, നിങ്ങൾ തമ്മിൽ കുറച്ച് റിസംബ്ലൻസും ഉണ്ട് അല്ലേ? ഹൈറ്റും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇതൊക്കെ അന്നത്തെ ഒരു ബോഡി ഷേപ്പ്. ജയറാമേട്ടൻ ഇപ്പോഴും നല്ല ഫിറ്റ് ബോഡി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. ഉണ്ട് അങ്ങനെ ഒരു അന്ന് അത് ചെയ്തു. അതിനുശേഷം ശരിക്കും പറഞ്ഞ ഒരു പുതുമുഖമാണ്. അന്ന് എത്ര വർഷം? 1994. അയ്യോ, അപ്പൊ നല്ല ചെറുപ്പ സമയമാണ്. ചെറുപ്പമാണ്. ഞാൻ ഒരു കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ടൊരു മലയാള സിനിമ 2 വർഷം ഒരു നായകനായിട്ടൊക്കെ വിലസം പറ്റുന്ന പ്രായമായിരുന്നു അന്നൊക്കെ. നമ്മളെ അങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മളങ്ങനെ കണ്ടെത്തിയാലോ നമുക്ക് അതിനുള്ള ഉണ്ടെങ്കിലോ ഉണ്ടാന്നുള്ളത് ചിലപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ആ മാഗസിനിലൊക്കെ വന്നപ്പോഴത്തേക്ക് വളരെ പ്രതീക്ഷയായി അല്ലേ ശരിക്കും നമുക്കൊരു നടനായിട്ടൊക്കെ വരാം. പക്ഷേ അന്ന് എങ്ങനെ പോകണം, ഏത് റൂട്ടിൽ പോകണം, ഒരാൾ പരിചയപ്പെടുത്തി തന്നു എന്നുള്ളതല്ലാതെ പിന്നൊരു ട്രാക്കില്ല. നമുക്കറിയില്ല. അന്നൊക്കെ സിനിമ എന്ന് പറയുന്നത് ഇത്രയും പ്രാപ്യമല്ലല്ലോ, കുറച്ചുകൂടിയൊക്കെ അപ്രാപ്യമാണ്. എവിടെയൊക്കെയോ ഷൂട്ട് നടക്കുന്നു, എവിടെയാണെന്നറിയില്ല. ആകെ മാഗസിനിൽ വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാൻ കഴിയില്ല. എങ്കിലും തന്നെ ജയറാമേട്ടനോട് തന്നെ കുറേ പടങ്ങൾ പിന്നെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? ഒത്തിരി പടം അഭിനയിച്ചു. തൊട്ടടുത്ത് അതിനുശേഷം അഭിനയിച്ചത് ജയറാമേട്ടൻ്റെ ഒപ്പം തന്നെ സ്വപ്നലോക ബാലഭാസ്കരൻ എന്ന് പറഞ്ഞ രാജസ്ഥാന സാർ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. അത് ഹിറ്റ് പടമാണ്. അപ്പോൾ ആ പടത്തിൽ ജയറാമേട്ടൻ്റെ ഫ്രണ്ട്സിൽ ഒരാളായിട്ടാണ്. പക്ഷെ കൂട്ടത്തിലാണ് അന്നേരം കിട്ടുന്നത് അല്ലേ? അന്നും കൂട്ടത്തിലാണ് കിട്ടുന്നത്. അതിനകത്തും ഡയലോഗൊക്കെ ഉണ്ട്, 5-6 സീനൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അന്ന് എൻ്റെ ഒപ്പം അഭിനയിച്ച പലരും സിനിമ വിട്ടുപോയി. ഇപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ അവരിൽ ചിലരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കാറുണ്ട്, നീ ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നുണ്ടല്ലോ. സിനിമയ്ക്കുള്ളിൽ നമ്മൾ നിൽക്കാൻ കഴിയുക ഒരു വലിയ കാര്യമല്ല. അല്ല, അന്നേരം ആകാര സൗഭാഗ്യം രൂപസൗകര്യമൊക്കെ ഉള്ള ഒരാളെ കൂട്ടത്തിൽ ഇടുന്നോണ്ടൊരു വിഷമമൊന്നുമില്ലായിരുന്നോ? അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. കിട്ടുന്നത് ഊട്ടി എന്ന് പറയുന്നത് ചിന്തിക്കുക എന്നാണ് ഏറ്റവും നല്ലത്. നമ്മൾ വിഷമിക്കാൻ നിന്നാൽ നമുക്ക് എല്ലാ കാര്യത്തിലും വിഷമിക്കാനല്ല നേരം ഉണ്ടാവുള്ളൂ. കിട്ടുന്നതിൽ സന്തോഷിക്കുക, കിട്ടാൻ ട്രൈ ചെയ്യുക. തുടക്ക സമയത്ത് അതൊന്നും പരാതിയല്ലായിരുന്നു. രണ്ടാമത്തെ പടവും കിട്ടിയത് ആൾക്കൂട്ടത്തിൽ അല്ലെങ്കിൽ കൂട്ടുകാരിൽ ഒരാളായിട്ട് അഭിനയിക്കാൻ വേണ്ടിയാണ്. ആണ്. അതിനകത്തൊന്നും അങ്ങനെ പരാതികൾ എന്തിലും നമ്മൾ പരാതി കണ്ടെത്താൻ നിന്ന് എല്ലാത്തിനും പരാതിയില്ല ഉണ്ടാവുള്ളൂ. നമ്മൾ എല്ലാത്തിനെയും പോസിറ്റീവായി കാണുക, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു പോളിസി അതാണ്. നമുക്ക് പരമാവധി കിട്ടുന്ന ഇത്രയെങ്കിലും നേടിയല്ലോ എന്ന് ചിന്തിക്കുക. നമ്മളതിനകത്ത് സംതൃപ്തനാകരുത്. കാരണം സംതൃപ്തനായാൽ നമ്മൾക്കത് സ്റ്റാഗ്നൻസി അല്ലെങ്കിൽ അത് മതിയെന്ന് നമ്മൾ ചിന്തിക്കും. അതിലൊക്കെ എങ്ങനെയാണ് വരുന്നത്? സ്വപ്നലോകത്ത് അന്ന് ആരാ വിളിക്കുന്നത്? അതിനകത്ത് അന്ന് സത്യത്തിൽ ഈ കുസൃതിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ലൊക്കേഷനിൽ വെച്ചാണ് സഞ്ജു വൈക്കോ എന്ന് പറഞ്ഞ വൈക്കത്തൊരു ഇപ്പോൾ കൺട്രോളറാണ്, അദ്ദേഹത്തിനെ പരിചയപ്പെട്ടിരുന്നു ഞാൻ. അവനായിട്ട് ഞങ്ങൾ തമ്മിൽ വൈക്കത്ത് വെച്ച് കൺട്രോളുണ്ടെങ്കിലും അന്ന് അവിടെ വെച്ച് ഞങ്ങൾ കൂടുതലെടുത്തു. ഗിരീഷ് വൈക്കോ ആണ് ഈ കുസൃതിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ കൺട്രോളറായിരുന്നത്. അപ്പോൾ ഈ ഗിരീഷ് ഏട്ടനും സഞ്ജു ഒക്കെ ആയിട്ട് ഞാൻ അതിനുശേഷമുള്ള റിലേഷൻ വെച്ചിട്ട് അവർ പറഞ്ഞ് ഇങ്ങനെ ഒരു പടം തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഞാൻ ചെല്ലുന്നു. സഞ്ജു എൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെന്ന് സഞ്ജുവിനോട് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഷൂട്ട് തുടങ്ങുന്നുണ്ട് പറഞ്ഞ് അവിടെ ചെന്ന് ഗിരീഷ് ഏട്ടനെയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സ്വപ്നോദ ബാലഭാസ്കരനിൽ എനിക്ക് വേഷം കിട്ടുന്നത്. അപ്പോൾ ജയറാമേട്ടൻ്റെ ഫ്രണ്ടായിട്ടൊരു അതിനകത്തൊരു ക്യാരക്ടർ കിട്ടി. അത് കോലഞ്ചേരി പുത്തൻകുരിശ് ഭാഗത്താണ് ഷൂട്ട് ചെയ്യാം. അതിൽ ജയറാമേട്ടനോട് പട്ടാഭിരാമൻ വരെ അഭിനയിച്ചല്ലേ? മൂന്നായ പടം. ജയറാമേട്ടൻ്റെ ഒപ്പം ലാസ്റ്റ് അഭിനയിച്ച പട്ടാഭിരാമനാണ്. അല്ല, ഇവർ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. എങ്ങനെയായാലും ഇവർക്ക് ഒരു താല്പര്യം വരണമല്ലോ, നായക കഥാപാത്രം ചെയ്യുന്നവർക്കും പിന്നെ ആളുകൾ. അങ്ങനെ റെക്കമെൻഡ് ഒന്നും ചെയ്യാറുണ്ടോ? അങ്ങനെ റെക്കമെൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്നെ റെക്കമെൻഡ് ചെയ്തൊരു ആർട്ടിസ്റ്റ്, എന്നെ റെക്കമെൻഡ് ചെയ്തൊരു നായകനെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് മമ്മൂക്ക റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ പറയും മമ്മൂക്ക പറഞ്ഞിരുന്നു ഫൈസലിന് ആ റോള് തന്നെ, ഫൈസലിനെ വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയോടൊപ്പം അഭിനയിച്ച ആദ്യത്തെ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേഷമാണ്. പക്ഷെ വേഷത്തിന് മുമ്പ് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ചാൻസ് വെച്ചിരുന്നു മമ്മൂക്കാനെ റെക്കമെൻഡ് ചെയ്തിരുന്നത് സേതുരാമയ്യർ CBI. ഞാൻ ലൊക്കേഷനിൽ ഇങ്ങനെ ഞാൻ അന്ന് വിദേശത്തൊക്കെ പോയിട്ട് വന്ന് എനിക്ക് അല്ല കുസൃതിക്കാറ്റൊക്കെ അഭിനയിച്ച ശേഷം വിദേശത്ത് പോയി വന്ന് വിസ്മയത്തുമ്പത്തൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ ഷൂട്ട് നടക്കണ കണ്ടിട്ട് ചെല്ലും. അപ്പോൾ ഞാൻ ചിലപ്പോൾ മമ്മൂക്ക അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പറഞ്ഞാൽ മമ്മൂക്ക പരിചയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുമ്പ്. പരിചയം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അങ്ങനെ വലിയ പരിചയമില്ലായിരുന്നു. പക്ഷെ മമ്മൂക്കൊക്കെ എന്നെ കണ്ടപ്പോൾ എന്നെ നല്ല പരിചയമുള്ള ആളെ പോലെ എന്നോട് ചെന്തട വന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇല്ല ഒന്ന് ഷൂട്ട് നടക്കണുണ്ട്, എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. അപ്പം തന്നെ ജോർജ് ഏട്ടനോട് പറഞ്ഞിട്ട് കേമതു സാറിൻ്റെ അടുത്തുണ്ട് എന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. അപ്പോൾ പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ മമ്മൂക്ക അവിടെ പറയുന്ന വാചകം കേൾക്കുന്നു, നമ്മളൊക്കെ ഇതുപോലെ ഒത്തിരി ചാൻസ് വെച്ച് നടന്നതല്ലേ, അങ്ങനെ ഒരു വാചകം പറഞ്ഞു കേട്ടു. എനിക്ക് സന്തോഷം തോന്നി.
ആ സിനിമയിൽ ഒരു ചെറിയ സംഭവം വന്നത്, അതൊരു വേഷമായിട്ട് കൂട്ടാൻ പറ്റില്ല. കേമതു സാറ് മമ്മൂക്ക പറഞ്ഞുകൊണ്ട് എന്നെ ഒരു സ്ഥലത്ത് ഇരുത്തി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മമ്മൂക്ക അങ്ങനെ കുറേ സിനിമകളിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ല നിങ്ങൾ തമ്മിലുള്ള ഒരു രസകരമായ നിമിഷങ്ങളോ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു തരികയോ? ശരി, അതല്ല, വേഷം സിനിമയിൽ എന്നെ അഭിനയിപ്പിക്കാൻ കൊണ്ടുവന്നത് ഗിരീഷ് വൈക്കോണ്. ഗിരീഷ് ഏട്ടനാണ് വേഷം സിനിമയിൽ. ഞാൻ ഗിരീഷ് ഏട്ടൻ ഇങ്ങനെ വേഷം എന്നുള്ള പടം തുടങ്ങി, ഗിരീഷ് ഏട്ടനാണ് എൻ്റെ കൺട്രോളർ. അങ്ങനെ കോഴിക്കോട് പോയി ഷൂട്ട് തുടങ്ങുന്നു. അപ്പം ഇന്ദ്രജിത്തിൻ്റെ ഫ്രണ്ടായിട്ടാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. ഒരു 3-4 സീനൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം എന്നെ ഇങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. ഇന്ദ്രജിത്തിൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കാൻ വേണ്ടി പലരുടെ റെക്കമെൻഡിൽ ഒരു 15 പേരോടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 15 പേര് വന്നിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ പിടിച്ച് ഇന്ദ്രജിത്തിൻ്റെ ഫ്രണ്ടായിട്ട് നിർത്തും. ഇയാളെന്ന് പറഞ്ഞാൽ നിർത്തി വന്നപ്പോൾ ഓരോരുത്തരുടെ ആൾക്കാരെ നിർത്തുമ്പോൾ ഈ ആദ്യം ഒരു 15 നിന്ന് മാറ്റിയിട്ട് ഒരു 10 പിന്നെയും അത് 4 പേര് മതി. പിന്നെ സോർട്ട് ഔട്ട് ചെയ്ത് വന്നപ്പോൾ 5-6 പേരായി. അപ്പോൾ എന്നെ ഓരോ തവണയും പിടിച്ച് മാറ്റും. പിന്നെ എന്നെ ഈ അനിലേട്ടനുണ്ട്, ഈ വിനു സാറിൻ്റെ അനിയൻ അനിലേട്ടൻ എന്നോട് താല്പര്യം എന്നിട്ട് അനിലേട്ടൻ ഓരോ തവണയും എന്നെ മാറ്റി കഴിയുമ്പോൾ വീണ്ടും കൊണ്ട് തന്നെ അതിനെ നിർത്തും. അല്ല, എന്ത് പറഞ്ഞ് മാറ്റുന്ന ചേരുന്ന ആളാണെന്ന് അറിയിക്കാൻ വേണ്ടി എന്താണ് അങ്ങനല്ല, ഈ ചില സിനിമയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഓരോരുത്തരെ വെക്കുന്നതിന് അവർക്ക് വേറെ ചില ഇപ്പം അവരുടെ ഇഷ്ടവും സ്നേഹവും പല കാര്യങ്ങളല്ല. നമ്മൾ കൊള്ളില്ലാത്തതുകൊണ്ടല്ല, ആരും കൊള്ളില്ലാത്തതുകൊണ്ടല്ലോ തഴയപ്പെടുന്നത്. ചിലപ്പോൾ തുല്യമായ കഴിവുള്ളവരിൽ തന്നെയും പ്രത്യേക താല്പര്യങ്ങൾ ആർക്കെങ്കിലും വരുമ്പോൾ കുറച്ച് പേര് തഴയപ്പെടുകയും കുറച്ച് പേര് കയറിയവർ ഇന്നാകുകയും ചെയ്യണ്ട. അപ്പം അങ്ങനെ എന്തായാലും ഫൈനൽ റൗണ്ടിൽ 4 പേരിൽ ഒരാളായിട്ട് ഞാൻ വീണ്ടും വന്നു. പല സമയത്ത് മാറിയിട്ട് ഇപ്പോൾ ഓരോ തവണയും നമ്മളിങ്ങനെ മാറ്റണം. അന്നൊക്കെ നമുക്ക് ഇതിനോടൊരു ഇന്നും ആവേശമുണ്ട്. പക്ഷെ അന്ന് നമുക്ക് സിനിമ കൂടുതൽ അറിയാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ, ഔട്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഗിരീഷ് ഏട്ടനും പരിമിതി ഉണ്ടല്ലോ, അദ്ദേഹം ഒരു കൺട്രോളറാണല്ലോ. അപ്പോൾ സിനിമയുടെ സംവിധാന വിഭാഗത്തിലുള്ളവരിലെ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ അനിലേട്ടൻ നമ്മളെ കുറെ കൂടി സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്നെ പിടിച്ച് നിർത്തി അങ്ങനെ 4 പേര് കൂട്ടുകാരിൽ ഞങ്ങളൊന്നിച്ച് അഭിനയിക്കുമ്പോൾ ഈ ഡയലോഗ് വരുമ്പോൾ പലപ്പോഴും വിനു സാറ് ഡയലോഗ് കൊടുക്കുന്നത് ബാക്കിയുള്ള 3 പേർക്കായിരിക്കും. എല്ലാം കൊടുത്ത് ഇത് പറയിപ്പിക്കും. പക്ഷേ ഈ ഡയലോഗ് ആരെങ്കിലും ഒരാൾ കറക്റ്റായിട്ട് പറയാതെ തെറ്റിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഡയലോഗ് ഉണ്ടാകാറില്ല. കാരണം ഞാൻ സത്യത്തിൽ വന്നതിൽ അത്ര ഇവർക്കെല്ലാം വേണ്ടപ്പെട്ട ഒരാളല്ലായിരുന്നല്ലോ. അപ്പോൾ ഡയലോഗ് തെറ്റിക്കുമ്പോൾ എന്നോട് ഈ അനിലേട്ടൻ പെട്ടെന്ന് പറയും, ഫൈസലൊന്ന് പറഞ്ഞു നോക്കിയെന്ന് പറയും. അപ്പം ഞാൻ കറക്റ്റായിട്ട് പറയുമ്പോൾ മമ്മൂക്ക പറയാം, നീ പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ 3-4 ഡയലോഗ് ആ സിനിമയിൽ എനിക്ക് കിട്ടി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷമായി. കാരണം മമ്മൂക്ക കണ്ടിട്ട് അവൻ നന്നായി പറയുന്നുണ്ട്, അവൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന. പക്ഷെ അങ്ങനെ ഒത്തിരി ഫേവർ ചെയ്തല്ലേ? ഫേവർ ചെയ്തിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു അങ്ങനെ ഒന്നുമില്ല. പൈസ അല്ലല്ല, അത് മമ്മൂക്ക പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്.